ദോശ കഴിച്ചിട്ട് 2 കൊച്ചുകുട്ടികൾ 3 മാസവും 4 വയസ്സുമുള്ള 2 പെൺകുട്ടികൾ മരിച്ചൊരു കാര്യം നമ്മൾ ഓൾറെഡി വാർത്ത ചെയ്തിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ദോശമാവിനകത്തുനിന്നുണ്ടായ പ്രശ്നമാണ്, റെഡിമെയ്ഡ് ദോശമാവിലുള്ള പ്രശ്നമാണെന്നാണ് ഇനീഷ്യലായിട്ട് എല്ലാവരും, എല്ലാ ന്യൂസ് മീഡിയാസും മെയിൻ സ്ട്രീം മീഡിയാസും എല്ലാം അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. നമ്മൾ അത് കേട്ട് അതുപോലെ തന്നെ ഒരു പബ്ലിക് അവയർനെസ്സിന് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ദോശമാവ് കഴിച്ചിട്ടാണ് ഈ കുട്ടികൾക്ക് ഈ അവസ്ഥ വന്നതെന്ന്. പക്ഷേ ഇപ്പോൾ അത് വലിയൊരു ഡ്രമാറ്റിക് ടേണിലേക്ക് ആ ഒരു കേസ്, അത് ഒരു ഫുഡ് പോയ്സണിങ് അല്ല, അത് ഡെലിബറേറ്റ് ആയിട്ട് വിഷം കലർത്തി കൊല്ലുവാൻ ശ്രമിച്ചതാണ്, ഒരു മർഡർ സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരുന്നു എന്നാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വരുന്ന ഈ ഒരു വാർത്ത. കാരണം ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷനിൽ ഈ മരിച്ചുപോയ കുട്ടികളുടെ ബോഡിയിൽ നിന്നും അതുകൊണ്ട് തന്നെ ഈ പേരൻസ് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അവരുടെ ബോഡിയിൽ നിന്നും അലൂമിനിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ ഒരു കെമിക്കലിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. സോ അത് വലിയൊരു സസ്പീഷ്യസ് ആയിട്ട് നിൽക്കുകയാണ് സാധനം. അതെങ്ങനെ ഇവരുടെ ബോഡി വന്നു? കാരണം ആ ഒരു ബാറ്ററിനകത്ത്, ആ ഒരു ദോശ ബാറ്ററിനകത്ത് ഈ ഒരു സാധനം ഇല്ല. മാത്രമല്ല ഏകദേശം 200 കസ്റ്റമേഴ്സ് ഈ സെയിം ബാറ്റർ വാങ്ങിച്ച് യൂസ് ചെയ്ത് 200 ആളുകളെ പരിശോധിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കിയപ്പോഴും അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അവർ സേഫ് ആണ്. ഈ ഒരു അവസ്ഥയിലാണ് ഇത് ഒരു മർഡർ സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരിക്കാം, ഒരു 90% അങ്ങനെ ആയിരിക്കാമെന്നാണ് ഇപ്പോഴും ഒരു പോയിക്കൊണ്ട് ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാനായിട്ടില്ല. എന്നാലും അറിയാലോ, ഒരു അസംഷൻ അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകളൊക്കെ ഇപ്പം അങ്ങനെയാണ് വരുന്നത്. മാത്രമല്ല പോലീസ് ഇവരെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഒരു ഡയറിക്കകത്ത് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. കാരണം ഈ അമ്മ എഴുതിയതാണ്, ഈ മരിച്ചുപോയ മക്കളുടെ അമ്മ എഴുതിയതാണ്. അവർക്ക് ഒരു ആൺകുഞ്ഞിനെ വേണം, അതിനുവേണ്ടി ഒരു അമ്പലത്തിൽ എന്തോ നേർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഒരു കാര്യമാണ് ഈ ഒരു ഡയറി എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർ ആ ഒരു ലെവലിലും ആലോചിക്കുന്നുണ്ട്. കാരണം 2 പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം അവരെ ഇല്ലാതാക്കും അല്ലെങ്കിൽ സൂയിസൈഡ് മർഡർ ചെയ്ത് തീർക്കുവാൻ ശ്രമിച്ചതാകാം എന്നുള്ളൊരു കാര്യം ഇതിൽ കിടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസുകൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നതെന്ന് ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺഗോയിങ് ആണ്. സോ അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ആ ഒരു ദോശമാവ് എന്നുള്ള ആ റെഡിമെയ്ഡ് ദോശമാവിനെ തൽക്കാലം നമുക്ക് കുറച്ച് സ്ഥലത്ത് മാറ്റി വെക്കാം. കാരണം ആ 200 പേർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, ഇവർക്ക് മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ ഡയറി കുറിപ്പ് കിട്ടുന്നു, അതോടുകൂടി തന്നെ ഇവരുടെ ബോഡിയിൽ നിന്ന് ഈ കെമിക്കൽസിന്റെ കമ്പോണൻസും ഈ ടെസ്റ്റിലൂടെ ഇവരുടെ ബോഡിയിൽ നിന്നും ഈ 4 പേരുടെ ബോഡിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു മർഡർ സൂയിസൈഡ് ആകാം, അറ്റംപ്റ്റ് എന്ന് പറയാൻ കാരണം അവർ 2 പേരും മരിച്ചില്ല, കുട്ടികൾ മാത്രമാണ് മരിച്ചത്. പേരൻസ് സേഫ് ആയിട്ട് ഇപ്പോൾ ചികിത്സയിലാണ് ഹോസ്പിറ്റലിൽ. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ പോകാം. ആ കേസിന്റെ അന്വേഷണം മുന്നോട്ട് നടക്കട്ടെ. കൺഫേം ആയിട്ട് ഡെഫിനറ്റ് ആയിട്ട് ട്രാൻസ്ഫർ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ അവസ്ഥയിൽ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. കാരണം ഇനീഷ്യൽ റിപ്പോർട്ട് അതായിരുന്നു, അത് എല്ലാ മീഡിയാസും വേൾഡ് വൈഡ് റിപ്പോർട്ട് ചെയ്തു അത് തന്നെയാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്, ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലെ കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ ബി കെയർഫുൾ.